പെരുമലമുടി ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി മാങ്കര ചെക്ക് പോസ്റ്റിലെത്തണം. ഇവിടെ നമുക്ക് ID പ്രൂഫ്, നമ്മളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, സൈൻ എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മളെ പെരുമലമുടി ട്രക്കിങ്ങിന് കടത്തിവിടത്തുള്ളൂ. ഇത് ഗ്രാമത്തിലോട്ട് പോകാനുള്ള മെയിൻ വഴിയാണ്. ഇവിടെ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ബാർ അവർ തുറന്നു തരത്തുള്ളൂ. ഇനി അങ്ങോട്ടുള്ള യാത്രകളെല്ലാം ഫോറസ്റ്റ് ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു. ഈ കാണുന്ന മലയുടെ മുകളിൽ കൂടിയാണ് ഞാൻ കയറാൻ പോകുന്നെന്ന് ഒരു നിശ്ചയവും എനിക്കില്ലായിരുന്നു. ഇത് ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി. ഇത് ചെമ്പിക്കര ഗ്രാമം. ഇവിടെ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ മുകളിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഫുഡും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പുറപ്പെട്ടു. മുകളിലോട്ട് കയറാൻ കുറച്ച് പണിപ്പെട്ടു ഞാൻ മാത്രം. മറ്റുള്ളവരും ഹെൽത്തി ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബാഗിൻ്റെ വെയിറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വേഗത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലൊരു തോന്നൽ. മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് വലിയൊരു തേനീച്ചക്കൂടാണെന്ന് വിചാരിച്ചോ? അല്ല, കടന്തൽക്കൂടാ. പോകുന്ന വഴിയിൽ കല്ലെറിയിട്ടേന്ന് ചോദിച്ചു. ഒരാൾ കണ്ണുരുട്ടി നോക്കി, ഒരാൾ ചിരിച്ച് കാണിച്ചു. പിന്നെയും മുകളിലോട്ട് കയറി. നല്ല നല്ല വ്യൂ വന്നപ്പം ഞാനൊന്നൊരു ബ്രേക്ക് എടുത്തു. കാരണം അവസാനം നടന്നു പോകാൻ പോകുന്നത് എന്തായാലും ഞാനാന്ന് മനസ്സിലുറപ്പിച്ചു. എന്നെയും കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇവിടുത്തെ കയറാനുള്ള കയറ്റവും പിന്നെ വഴികളും. എന്തായാലും ഞാൻ കയറി എന്ന് തന്നെ പറയാമല്ലോ. അങ്ങനെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഞാൻ ഒരു പാറയുടെ മുകളിൽ തന്നെയായിരുന്നു കയറി നിന്നത്. ദൂരോട്ട് നോക്കി. ഈ കാണുന്ന കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു പരന്ന കൂണിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ആളുകൾ ഒളിച്ചിരിക്കാറുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നി. കാരണം നല്ലൊരു ഗ്യാപ്പുണ്ട്. പിന്നെ എനിക്ക് തോന്നി ചരിഞ്ഞിരിക്കുന്ന കല്ലായതുകൊണ്ട് വേഗം ഇളകി താഴെ വീഴുമോ. ചിരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഊർജത്തോടു കൂടി മുകളിലോട്ടെത്തി തുടങ്ങി. ആദ്യത്തെ ബ്രേക്ക് ഈ പാറക്കെട്ടിൽ ഞങ്ങൾ എടുത്തു. 5 മിനിറ്റ്. ഞാൻ എത്തുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും പുറകെ. ക്ഷീണമായി തുടങ്ങി. കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കൂടെ വന്നവർ. എനിക്കും ചിരി വന്നു. എനിക്കും ഉണ്ടല്ലോ ഇതുപോലെ പറയാൻ കുറേ കഥകൾ. ഒറ്റയടിപ്പാത വന്നപ്പം നമ്മളുടെ മുഖത്തോട്ടെല്ലാം വള്ളികൾ ടച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. വല്ല പച്ചിലപ്പാമ്പാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. ഇത് കടുക്കായി. ഇത് എന്താ ഏതൊക്കെ യൂസ് പണ്ടുന്ന മെഡിസിൻ. കടുക്കാമരം കണ്ടു. കുറേ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കും ഒക്കെ വയറുവേദനയ്ക്ക് നമ്മൾ ഉരച്ചു കൊടുക്കത്തില്ലേ ഒരമരുന്ന്, അതിലൊന്നാണ് ഈ കടുക്ക. ഒരുപാട് കാട്ടുനെല്ലിക്കയുടെ മരമുണ്ട്, പക്ഷേ നെല്ലിക്കയില്ലായിരുന്നു. 3ാമത്തെ കുന്ന് കയറുന്നതിന് മുമ്പ് കുറേ കാട്ടുനെല്ലിക്ക മരങ്ങൾ കണ്ടു. ഗാർഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സീസൺ ടൈമിലെല്ലാം പറിച്ചു കൊണ്ട് വിറ്റുന്ന്. അതിലൊന്നുകൂടി ഇല്ലായിരുന്നു. അങ്ങനെ അടുത്ത ഒരു പാറക്കെട്ടിലോട്ട് കയറാൻ തുടങ്ങി. ഇത് കുറച്ച് ഈസി ആയിരുന്നു. ഇതിൻ്റെ മുകൾ വശം കാണാൻ വേറെ പ്രയാസപ്പെട്ടു. കാരണം അതുപോലെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ പാറക്കെട്ടിനും. അവിടെയും ഇവിടെയുമായി ചെറിയ നീരുറവകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. കുറച്ച് തെന്നലും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എത്ര കയറാൻ പറ്റാത്ത ആൾക്കും കയറാൻ പറ്റും എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥ. എനിക്കും കയറാൻ പറ്റിയല്ലോ, അത് തന്നെ. நம்ம அந்த மலைக்கு போகுவீங்களா? இந்த மலையோட டாப் தான். அதா ஓகே. அந்த லாஸ்ட் வரைக்குமே யானை போயிட்டு வரும். இந்த வழியாவா? இதே வழியா போய் அங்க പോകും. ഞാൻ ഈ ചിരിച്ചുകൊണ്ട് ചിന്തിച്ച് നിൽക്കുന്നത് എന്താണെന്നല്ലേ? ആന വരെ കയറിപ്പോകുന്ന പാതയിൽ എനിക്ക് എന്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഓർത്ത് നോക്കി നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ താഴോട്ട് നോക്കി. നല്ല അടിവാരം. പക്ഷെ തല കറങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. താഴോട്ട് നോക്കണ്ട, മേളിലോട്ട് നോക്കി തന്നെ നടക്കാൻ ഗാർഡ് പറഞ്ഞു. അങ്ങനെ മുകളിലോട്ട്
ഞാനും നീങ്ങിത്തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതുവഴി തന്നെയാണോ ഞാൻ ഇവിടെ വരെ എത്തിയെന്നറിയാൻ വേണ്ടി, എൻ്റെ മനസ്സിനെ ഒന്ന് ബോധിപ്പിക്കാൻ. മലയേറി പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങളല്ലേ പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നുന്നത്. ഇത് ഞങ്ങളുടെ ഗാർഡ്. പുള്ളിക്കാരി ഭയങ്കര സ്പീഡായിരുന്നു. ഇത് ഗ്രാസ് പ്ലാന്റ് ഇരിക്കുന്ന ഒരു കുന്ന്. ഇവിടെ എത്തുമ്പോൾ തണുപ്പിൻ്റെ കാലാവസ്ഥ മാറി വെയിലും തണുപ്പും അടിക്കുന്ന ഒരു കാലാവസ്ഥ. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നും ഇതിന് മുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ട്രൈബൽ പീപ്പിൾസ് അവർ ഇവിടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട്. ചൂലുണ്ടാക്കുന്നതാണ് മെയിനായിട്ട് അവർ ഇവിടെ ചെയ്യുന്നത്. ഈ കാണുന്ന പുല്ലുകളൊക്കെ വെട്ടിയെടുത്തിട്ട് അവരതിനെ ഉണക്കി, അതും ഈ പാറക്കെട്ടിൽ ഉണക്കി താഴെ കൊണ്ടുവന്ന് ഓരോ ചൂലുകളാക്കി മാറ്റി ഇതിനെ ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ഓരോ സ്ഥലത്തും ഓരോന്ന് കണ്ടുവച്ചിട്ടുണ്ട് മനുഷ്യന് വേണ്ടി. അതിൻ്റെ ഓരോ തെളിവുകളാണ്. ഇനി അങ്ങോട്ട് കുറച്ചേറെ നടക്കാനുണ്ട്. ഈ പച്ചപ്പ് കഴിയാൻ കുറേ ദൂരമാകും. അത് കഴിയുമ്പം മേലോട്ടൊരു കുത്തുകയറ്റാണ്. കുത്തുകയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നുകൂടെ ബോഡി വെയിറ്റ് കൂടിപ്പോയോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കുത്തുകയറ്റം. അതുവരെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഒരു കല്ലിൽ ചവിട്ടി കാലിൻ്റെ വിരൽ മടങ്ങിപ്പോയി. പിന്നെ അത് നോക്കാൻ വേണ്ടി കുറേ പാടുപെട്ടു. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു മലമുകളിൽ ഞാൻ എത്തിയത്. ഓൾറെഡി ആൾക്കാരെല്ലാം വന്ന് അവിടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അവസാനത്തെ ആളായിട്ടല്ലേ ഞാൻ എത്തിയത്. അത് സാരമില്ല. വളരെ കഷ്ടപ്പെട്ട് കയറിയതാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, കാലം എനിക്ക് വേണ്ടി കാത്തു വെച്ച ഒരിടമായിരുന്നല്ലോ ദൈവമേ ഇതെന്ന്. ഇവിടെയും ഞാൻ കയറാൻ ഇടവരുത്തിയല്ലോ എന്ന്. അല്ല, കാല് പിടിച്ച് വെച്ച് ഫിംഗേഴ്സ്. ട്രോപ്പോസ്ഫിയറിൻ്റെ മേളിലെത്തിയെന്ന് തന്നെ പറയാം. നല്ല മഞ്ഞ്, തണുപ്പ് കൂടിയിട്ടുണ്ട്. താഴോട്ട് നോക്കിയാൽ ഒന്നും തന്നെ കാണാനില്ല. ദൂരെ മലകൾ മാത്രം കാണാം. ഇനി ഈ പെരുമലമുടിയെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇത് എവിടുന്നോ കാറ്റത്ത് പറന്നു വന്ന് വീണതുപോലെയാണ് ഈ കല്ലിരിക്കുന്നത്. ശരിക്കും ഇതിന് 4 സൈഡിലും നല്ല ഗ്യാപ്പുണ്ട്. ഏതോ ഒരു സൈഡ് മാത്രമാണ് ഈ പാറയുടെ കൂടെ ഒട്ടി നിൽക്കുന്നത്. ഇതും അത്ഭുതങ്ങളിലൊന്നു തന്നെയാണ്. ഇതിനടുത്തായിട്ട് വനദേവതകളും ദേവന്മാരും കുടിയിരിക്കുന്ന ഒരു കുഞ്ഞമ്പലമുണ്ട്. കല്ലിൽ പെരുമാൾ മുടി എന്ന ഒരു പേരുകൂടിയുണ്ട്. എപ്പോഴും പൂജയും കാര്യങ്ങളുമില്ല. എപ്പോഴും ഇവിടെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ പൂജയും കാര്യങ്ങളും ഉള്ളത്. കോയമ്പത്തൂർ വഴിയും ഇവിടെ എത്താം, അട്ടപ്പാടി വഴിയും നമുക്കിവിടെ എത്താം. ഇതിന് 10 മുതൽ 12 കിലോമീറ്റർ ഉണ്ട് റൗണ്ട് ട്രിപ്പ്. ഡ്യൂറേഷൻ അറൗണ്ട് 6 hours. ഈ മലയുടെ എലിവേഷൻ 1594 മീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും 5230 അടിയാണ് ഇതിൻ്റെ ഉയരം.
അങ്ങനെ ഞാൻ ഈ ഒരു പ്ലേസിൽ വന്നു. എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഈ നിൽക്കുന്ന പുല്ല് കണ്ടോ? ഈ പുല്ല് ഈ മലയിലകത്ത് ഒരുപാടുണ്ട്. ഇതെന്തെന്നു ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ചൂലുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം ഞാൻ. ഇത്ര മനോഹരം. എനിക്ക് വെയിൽ ഒക്കെ ഉണ്ട്, നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷം. இல்லைன்னா 5 ரூபா கூட ஆக வாய்ப்பு இருக்கு. பெரிய மலையை கிராஸ் பண்ணிட்டோம். அடுத்தது ஏதோ മുകളിൽ ഞാൻ തന്നെയാണ് കയറിയെന്ന് എനിക്ക് ഇനിയും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അക്കു നീ സാധിച്ചിട്ടേ. കഴിഞ്ഞ 7 വർഷമായിട്ട് മേളിൽ കാണുന്ന മലയില്ലേ, ആ മലയിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആനക്കട്ടി ടു കോയമ്പത്തൂർ വഴി അതെനിക്ക് എപ്പോഴും കണ്ണിൽ തടഞ്ഞിട്ടേ ഉണ്ടായി. ഇന്ന് ഞാനതിനകത്ത് കയറിയിട്ട് വന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. சரி கைஸ், இந்த பையன் தான் எங்களோட ட்ரக்கோட ஹோஸ்ட்டு. போக போக மேலே போகும்போது இவங்க தான் என்னோடய பேக்கு ஃபுல் தூக்கிட்டு போனது வித் ஸ்நாக்ஸோடு கூடி. இப்போ ஸ்நாக்ஸ் காலியானதுமே அவங்க ஃப்ரீயாக என்னோடய பேக் எங்கிட்ட மட்டும் கொடுத்துட்டு போயிட்டுருக்காங்க. ஸோ தேங்க்யூ. എൻ്റെ ഫസ്റ്റ് ടൈം ട്രക്ക് ഇങ്ങനെയാണ്.